Hi viewers, now we will be discussing about mind mapping. Mind mapping. Mind mapping is a visual thinking rule that can be applied to all cognitive functions, especially memory, learning, creativity and analysis. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ തിങ്കിങ് ആണ്. വിഷ്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് മനസ്സിൽ കാണുന്നതിനെയാണ് വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെയും ഒരു പിക്ചറൈസേഷൻ നമ്മുടെ മനസ്സിൽ നടത്തുകയാണ്. ആ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച്. ആ ഐഡിയ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെയും ആ ഐഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ഇമേജസും കൂടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. ആ രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. അത് എല്ലാ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാം. കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ അതിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. എസ്പെഷ്യലി മെമ്മറി, പ്രധാനമായിട്ടും മെമ്മറി. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇമേജായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. വിഷ്വലായിട്ട് അതിനെ മനസ്സിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അതുപോലെ ലേണിംഗ്, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പിക്ചറൈസ് ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് വെറുതെ ഇങ്ങനെ വായിച്ച് പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് അല്ലാതെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ, അപ്പോൾ ചിത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ലേണിംഗ്, അതുപോലെ ക്രിയേറ്റിവിറ്റിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ടൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വെറുതെ ഒരു ആശയമായിട്ട് മനസ്സിൽ ചിന്തിക്കാതെ ആ ആശയം നടപ്പിൽ വരുത്തുന്നത് എങ്ങനെയാണെന്ന് ഡയഗ്രമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചറൈസേഷനിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഓർത്തിരിക്കും, എഫക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ അനാലിസിസ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വിഷ്വൽ തിങ്കിങ് യൂസ്ഫുള്ളാണ്. മനസ്സിലിങ്ങനെ പടം വരച്ചതുപോലെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈൻഡ് മാപ്പിംഗ് ഈസ് എ ഗ്രാഫിക് ടെക്നിക് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഡെവലപ്ഡ് ബൈ ടോണി ബസൻ. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഐഡിയാസും കോൺസെപ്റ്റും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നൊരു ഗ്രാഫിക് ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ പിക്ചറൈസേഷനിലൂടെ ഐഡിയാസും കോൺസെപ്റ്റും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് മൈൻഡ് മാപ്പിംഗ്. അത് ഡെവലപ്പ് ചെയ്തത് ടോണി ബസനാണ്. The technique maps out our association in the brain to spark further ideas. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ നിന്നും അനേകം ഐഡിയാസ് ഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് സ്പാർക്ക് ഫർദർ ഐഡിയാസ്. ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഒരാശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും അനേകം ആശയങ്ങൾ രൂപപ്പെടുത്തുവാൻ ഈ ടെക്നിക്ക് നമ്മളെ സഹായിക്കും. അതാണ് മാപ്സ് ഔട്ട് അവർ അസോസിയേഷൻ ഇൻ ദ ബ്രെയിൻ ടു സ്പാർക്ക് ഫർദർ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ വേ ഓഫ് ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഐഡിയാസ് യൂസിങ് അസോസിയേഷൻ ത്രൂ എ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുവാനും അതുപോലെ ഓർഗനൈസ് ചെയ്യുവാനും വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു, അത് ഓർഗനൈസ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ ആശയങ്ങളെ ഓർഗനൈസ് ചെയ്യണം. ഇതിനൊക്കെ മൈൻഡ് മാപ്പിംഗ് നമ്മളെ സഹായിക്കുന്നു. According to Tony Buzan, a mind mapping is the easiest way to put information into your brain and take information out of your brain. അപ്പോൾ ടോണി ബസൻ പറയുന്നതനുസരിച്ച് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ഇൻഫർമേഷൻ വരുവാനും അതുപോലെ നമ്മളിൽ നിന്നും ഇൻഫർമേഷൻ, നമ്മുടെ ബ്രെയിനിൽ നിന്നും ഇൻഫർമേഷൻ പുറത്തേക്ക് വരുവാനും സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമാണ്. It is a creative and effective means of mapping out our thoughts. അപ്പോൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ ഏറ്റവും അധികം
എഫക്റ്റീവായിട്ടും നമ്മളുടെ ചിന്തകളെ വരച്ച് കാട്ടുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. മൈൻഡ് മാപ്പ് ക്യാൻ ബി ഡ്രോൺ ബൈ ഹാൻഡ് ഓർ യൂസിങ് സോഫ്റ്റ്വെയർസ്. മൈൻഡ് മാപ്പ് നമുക്ക് കൈകൊണ്ട് വരയ്ക്കാം. നേരത്തെ പറഞ്ഞ നമ്മുടെ ചിന്തകളെ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയും ചെയ്യാം. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. എങ്ങനെയാണ് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോളോവിങ് ആർ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ്. ക്രിയേറ്റ് എ സെൻട്രൽ ഐഡിയ, ആഡ് ബ്രാഞ്ചസ് ടു അവർ മാപ്പ്, ആഡ് കീ വേർഡ്സ്, color code your branches and include images. Create a central idea. The central idea is the starting point of mind map and represents the topic you are going to explore. സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് മാപ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സെൻട്രൽ ഐഡിയ. ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങൾ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് സെൻട്രൽ ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ സെൻട്രൽ പോർഷൻ ഓഫ് യുവർ പേജ് ഷുഡ് ഇൻക്ലൂഡ് ആൻ ഇമേജ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മൈൻഡ് മാപ്പ് ടോപ്പിക്. അപ്പോൾ നമ്മളിവിടെ മൈൻഡ് മാപ്പ് വരയ്ക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ പേജിൻ്റെ സെൻട്രൽ പോർഷനിൽ തന്നെയാണ് നമ്മൾ ആ ടോപ്പിക്ക് തുടങ്ങേണ്ടുന്നത്. അവിടെ മൈൻഡ് മാപ്പ് ടോപ്പിക് നമുക്ക് എഴുതി വയ്ക്കാം. വിഷ്വലൈസ് ഇറ്റ് ബൈ ഹാൻഡ് ഡ്രോൺ ഓർ ഓൺ ദ കമ്പ്യൂട്ടർ വിത്ത് ദ കണ്ടൻറ്റ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ. അപ്പോൾ അങ്ങനെ ഗ്രാഫിക്സ് ഒക്കെ ധാരാളം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം തന്നെയും സെൻട്രൽ ഐഡിയ പേജിൻ്റെ സെൻട്രൽ പോർഷനിൽ തന്നെ എഴുതുക. അവിടെ നിന്നും നമുക്ക് പിന്നീട് പല കണ്ടൻസും ആഡ് ചെയ്യാം ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്. അടുത്തതായി ആഡ് ബ്രാഞ്ചസ് ടു അവർ മാപ്പ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ആഡ് ബ്രാഞ്ചസ്. അപ്പോൾ സെൻട്രൽ ഐഡിയ നമ്മൾ എഴുതി. ഇനി ആ സെൻട്രൽ ഐഡിയയിൽ നിന്നും ധാരാളം പുതിയ ബ്രാഞ്ചസ് വരും. എന്താണ് ബ്രാഞ്ചസ്? The brain branches which flow from the central image are the key themes. അപ്പോൾ ആ ഒരു സെൻട്രൽ ഇമേജിൽ നിന്നും വരയ്ക്കുന്ന പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ആണ് കീ തീംസ്. കീ തീംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തീംസ്. The beauty of the mind map is that you can continually draw new branches. അപ്പോൾ മൈൻഡ് മാപ്പ് ഭംഗിയുള്ളതാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസാണ് ആ ബ്രാഞ്ചസിലെല്ലാം ഉള്ളത്. അപ്പോൾ സെൻട്രൽ ഐഡിയയിൽ നിന്ന് മെയിൻ ബ്രാഞ്ചസ് വരയ്ക്കണം. ആ മെയിൻ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ആ ഐഡിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീംസ് ആണ്. ഇനി അതിനുശേഷം ആഡ് keywords. When you add a branch into your mind map, you will need to keep new ideas. Important principle of mind mapping is using the keywords. അപ്പോൾ സെൻട്രൽ ഐഡിയയിൽ നിന്നും പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ പുതിയ ഐഡിയാസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് when you add a new branch into your mind map, you will need to keep new ideas. പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസ് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൈൻഡ് മാപ്പിംഗ് ഈസ് യൂസിങ് ദ കീവേഡ്സ്. അപ്പോൾ ഒരു മൈൻഡ് മാപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് കീവേഡ്സ് ആഡ് ചെയ്യുന്നതാണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ആ പുതിയ പുതിയ ഐഡിയാസ് ഉൾക്കൊള്ളുന്ന കീവേഡ്സ്. ചിലപ്പോൾ ഐഡിയാസ് ആ കീ വേർഡ്സിനകത്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കീ വേർഡിനകത്ത് കാണും ആ ഐഡിയ എന്താണെന്ന്. അപ്പോൾ അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് മാപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. കളർ കോഡ് യുവർ ബ്രാഞ്ചസ്. മൈൻഡ് മാപ്പിംഗ് എൻകറേജസ് all brain thinking as it brings together a wide range of skills from
logical, numerical, to create and color coding it. മൈൻഡ് മാപ്പിങ്ങിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടുന്നത് എന്താണ്? കളർ കോഡ് യുവർ ബ്രാഞ്ചസ്. കളർ കോഡിങ് പല രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഒന്ന്, അതിൻ്റെ അട്രാക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കും. പിന്നീട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോരോ കളറ് ഏതൊരു ഐഡിയയാണ് മെൻഷൻ ചെയ്യുന്നത് ആ രീതിയിൽ. മൈൻഡ് മാപ്പിംഗ് എൻകറേജസ് ഹോൾ ബ്രെയിൻ തിങ്കിങ്. ബ്രെയിൻ മാപ്പിങ്ങിൽ യഥാർത്ഥത്തിൽ ബ്രെയിനിൻ്റെ എല്ലാ ആസ്പെക്ട്സും, എന്നുവെച്ചാൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം തന്നെയും അവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. as it brings together a wide range of skills. യഥാർത്ഥത്തിൽ മൈൻഡ് മാപ്പിങ്ങിൽ എല്ലാ തരത്തിലുള്ള സ്കിൽസും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഫ്രം ലോജിക്കൽ, ന്യൂമറിക്കൽ ടു ക്രിയേറ്റീവ് ആൻഡ് കളർ കോഡിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ, ന്യൂമറിക്കൽ, വളരെ ലോജിക്കലായിട്ടാണ് നമ്മൾ മൈൻഡ് മാപ്പിംഗ് ചെയ്യുന്നത്. ഒരു പ്രത്യേക കണക്ക് വെച്ച് വളരെ യുക്തിപരമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലോജിക്കൽ, ന്യൂമറിക്കൽ സ്കിൽ തൊട്ട് ക്രിയേറ്റീവ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ വളരുകയാണ്. ആൻഡ് കളർ കോഡിങ് ഇറ്റ്. കളർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഐഡിയാസിന്, ബ്രാഞ്ചസിന് കളർ നൽകിയാണ്. അത് തന്നെയാണ് കളർ കോഡിംഗ് എന്ന് പറയുന്നത്. അതൊരർത്ഥത്തിലൊരു സ്കില്ല് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് ഡ്രോയിങ്, അതുപോലെ അതിന് കളർ നൽകുക, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ലോജിക്കൽ, ന്യൂമറിക്കൽ തൊട്ട് ക്രിയേറ്റീവ്, അതുപോലെ കളർ നൽകുക എന്നുള്ള സ്കില്ല് വരെയും. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് മൈൻഡ് മാപ്പിങ്ങിൽ. ഇറ്റ് ഹെൽപ്സ് യുവർ ബ്രെയിൻ ടു ക്രിയേറ്റ് മെൻ്റൽ ഷോർട്ട് കട്ട്സ്. അപ്പോൾ ആ മൈൻഡ് മാപ്പ് കാണുമ്പോൾ തന്നെയും എന്തായിരുന്നു നമ്മുടെ ഐഡിയ, ഇനി ആ ഓരോരോ കളർ കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഒരു ബേസിക് ഐഡിയയിൽ നിന്ന് പിന്നീട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു മെൻ്റൽ ഷോർട്ട് കട്ടാണത്. പെട്ടെന്നൊരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒത്തിരി ചിന്തിച്ച് ബുദ്ധിമുട്ടാതെ. അതാണ് മൈൻഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രയോജനം. വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻ്റൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ബ്രെയിനിനെ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ് മാപ്പിംഗ്. അടുത്തതായി ഇൻക്ലൂഡ് ഇമേജസ്. ഇമേജസ് ഹാവ് ദ പവർ ടു കൺവേ മച്ച് മോർ ഇൻഫർമേഷൻ ദാൻ എ വേർഡ്, സെൻറ്റൻസസ് ഓർ ഈവൻ ആൻ എസ്സേ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു വാക്ക് കേൾക്കുന്നതിനെക്കാട്ടിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുന്നതിനെക്കാട്ടിലോ ഒരു എസ്സേ വായിക്കുന്നതിനേക്കാട്ടിലോ കൂടുതലായിട്ട് ഇൻഫർമേഷൻ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തും. അതിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കാണുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയും മൈൻഡ് മാപ്പിങ്ങിൽ ധാരാളം ഇമേജസും ഇൻക്ലൂഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഐഡിയയിൽ നിന്നും ധാരാളം ഐഡിയാസ് ക്രിയേറ്റീവായിട്ട് പിന്നീട് ഉണ്ടാകുകയാണെങ്കിൽ അതിനോടൊക്കെ ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമേജസും കൂടെ ഫോം ചെയ്യുക, അതും കൂടെ അവിടെ വരച്ച് ചേർക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇമേജസ് കാണുമ്പോൾ ആ വരച്ച വ്യക്തിക്കും കാണുന്നവർക്കും പെട്ടെന്ന് ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുവാൻ, പറയുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇമേജസ് കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മൈൻഡ് മാപ്പിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എളുപ്പമാണ് ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ. കാണുന്നവർക്ക് പെട്ടെന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻസ് ഓഫ് മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. മൈൻഡ് മാപ്പിംഗ് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടു ഓർഗനൈസ് അവർ ഐഡിയാസ്. നേരത്തെ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. ടു ഡ്രോ കൺക്ലൂഷൻസ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. ഓരോരോ ഈവൻസും ഇങ്ങനെ മൈൻഡ് മാപ്പിലൂടെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ടു ക്രിയേറ്റ് എ പ്രോസസ് ഡയഗ്രാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ്, ഇപ്പോൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കാം, ഒരു ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുന്നതിനകത്ത് പ്രോസസ്സ് ആയിരിക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയും മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. ആ പ്രോസസ്സ് തന്നെ ഒരു ഡയഗ്രമായിട്ട് മാറ്റാം. അടുത്തതായി ടു ഓർഗനൈസ് ഇൻഫർമേഷൻ ഫോർ എ ടീം ആൻഡ് എ ക്ലയൻസ്. അതുപോലെ ഒരു ടീമിന് വേണ്ടിയിട്ടോ, ടീമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ജോലി ഒരു മൊത്തത്തിലൊരു ടീമിനെയാണ് ഏൽപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ ക്ലയൻസ്, ആ ഒരു കമ്പനിയിൽ ക്ലയൻസ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു അഡ്വർടൈസിങ് കമ്പനി ആണെങ്കിൽ മറ്റുള്ള അഡ്വർടൈസിങ് ആവശ്യമായിട്ടുള്ള കമ്പനികളാണ് ഈ അഡ്വർടൈസിങ് കമ്പനിയുടെ ക്ലയൻസ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ തയ്യാറാക്കുന്നതിനും മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലാകും ഈ ഒരു മൈൻഡ് മാപ്പിലൂടെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ സഹായത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ. അടുത്തതായി ഇറ്റ് മൾട്ടിപ്ലൈസ് ദ പവർ ഓഫ് ദ മൈൻഡ്. അടുത്തതായി നമ്മുടെ മനസ്സിൻ്റെ പവർ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ വർദ്ധിപ്പിക്കുവാനും മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം. ഇതുപോലൊരു സെൻട്രൽ ഐഡിയ വരച്ച് അതിൽ നിന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തീംസൊക്കെ വരച്ച് പലതരത്തിലുള്ള കീവേഡ്സൊക്കെ അതിന് നൽകി അതിന് കളർ കൊടുക്കണം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്. അതിനുശേഷം ഇമേജസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഓരോരോ സ്കിൽസ് നമ്മളവിടെ ഉപയോഗിക്കുമ്പോഴും അത് പവർ ഓഫ് മൈൻഡ് തന്നെ വർദ്ധിക്കുന്നതിന് തുല്യമാണ്. ഇറ്റ് ഈസ് സോൾവ് പ്രോബ്ലംസ് ഇൻ ആൻ എഫക്റ്റീവ് വേ. വളരെ എഫക്റ്റീവായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാനും മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മൈൻഡ് മാപ്പിങ്ങിലൂടെ ആ പ്രോബ്ലം എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അടുത്തത് ഇറ്റ് പ്ലാൻ ഇൻ എ പ്രൊഡക്റ്റീവ് വേ. പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് മൈൻഡ് മാപ്പിംഗ് കൂടുതലും യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ആദ്യം എന്താണ് ചെയ്യേണ്ടുന്നത്, അപ്പോൾ അതായിരിക്കും ആ പേജിൻ്റെ സെൻട്രൽ പോർഷനിൽ വരയ്ക്കേണ്ടുന്നത്. അതിനുശേഷം അടുത്തത് എന്തൊക്കെയാണ് വേണ്ടത്, അപ്പോൾ വളരെ പ്രൊഡക്റ്റീവായിട്ട്, അതായത് എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിലേ പ്ലാൻ ചെയ്യത്തുള്ളൂ. പ്ലാൻ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർഗനൈസേഷനിലാണെങ്കിൽ ഇപ്പോൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കുറേ പ്ലാൻ കാണും. പക്ഷെ അതെല്ലാം നടക്കണമെന്നില്ല. കമ്പനിയുടെ ഫിനാൻഷ്യലായിട്ടുള്ള സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ മൈൻഡ് മാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ എന്താണോ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻ, കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കുവാനും മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം. ഇങ്ങനെയാണതിപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണ് മെയിൻ പ്രോബ്ലം, ഇനി അതിന് എന്തെല്ലാം ഓൾട്ടർനേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഡയഗ്രമാറ്റിക്കായിട്ട് മാറ്റാനായിട്ട് കഴിയും. പിന്നീട് ഓരോരോ ഓൾട്ടർനേറ്റീവ്സിനെയും നമുക്ക് അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യണം. ഇതെല്ലാം ഡയഗ്രമാറ്റിക്കായിട്ട് ചെയ്യാം. എന്നിട്ട് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ മൈൻഡ് മാപ്പിലൂടെ സാധ്യമാകും. അടുത്തതായി ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് ഒബ്സർവേഷൻ. എങ്ങനെയാണ് ഒബ്സർവേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയാണ് പലതും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു സ്കില്ല് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ആ സ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒബ്സർവേഷൻ ഈസ് ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഒബ്സർവിങ് സംതിങ് ഇൻ ഓർഡർ ടു ഗെയിൻ ഇൻഫർമേഷൻ. ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലുമൊക്കെയുള്ള വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഒബ്സർവ് ചെയ്യുന്നതിന്, നിരീക്ഷിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. The skill of observation can be improved by following methods. ഒബ്സർവേഷൻ സ്കിൽസ് നമുക്ക് താഴെ പറയുന്ന മെത്തേഡ്സിലൂടെ മികച്ചതാക്കാം. Take a few minutes every day to notice as many details as possible. എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ ആ നിരീക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുറച്ച് സമയമാണ് നിരീക്ഷിക്കുന്നതെങ്കിലും ആ
അത്രയും സമയം കൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് നമ്മൾ നിരീക്ഷിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ ഏതിനെയാണോ അതിനെ സംബന്ധിക്കുന്ന മാക്സിമം ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പക്ഷെ ആ കുറച്ച് സമയത്തിനുള്ളിൽ എത്രത്തോളം നിരീക്ഷണം നടത്താവോ അത്രത്തോളം നിരീക്ഷിക്കുക. Pay attention to small details that might surround buildings, landmarks and large spaces. അടുത്തതായി ബിൽഡിങ്സ്, ലാൻഡ്മാർക്ക്, അതുപോലെ ലാർജ് സ്പേസസ്, ഇതിൻ്റെയൊക്കെ അടുത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുക. വലിയ വലിയ ബിൽഡിങ്സ്, ലാൻഡ്മാർക്സ്, ലാർജ് സ്പേസസ് അത് നോക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ചെറിയ ചെറിയ ഡീറ്റെയിൽസും ശ്രദ്ധിക്കുക. സ്റ്റേ ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ട്രൈ ടു ഫോക്കസ് ഓൺ വെയർ യു ആർ ഇൻ ദ മൊമെൻറ്റ്. ഇങ്ങനെയൊക്കെ നിരീക്ഷിക്കുമ്പോഴും നമ്മൾ സ്ഥലകാല ബോധം ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണോ നോട്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നമ്മൾ പോകുകയല്ല വേണ്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലകാല ബോധത്തോടു കൂടെ തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഒരു പ്രസൻറ്റ് മൊമെൻറ്റ്, ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു ഫോക്കസ് നമ്മൾ കളയാൻ പാടില്ല. റൈറ്റ് ഡൗൺ എവറിത്തിങ് നോട്ടീസ്ഡ് ഇൻ എ ജേർണൽ ഓർ ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ നോട്ടീസ് ചെയ്തത് അതെല്ലാം ഒരു ജേർണലിലോ അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻറ്റിലോ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ക്വാണ്ടിഫൈ എവറിത്തിങ് യു നോട്ടീസ്ഡ്. നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്തതെന്നുള്ളത് അതിനകത്ത് എഴുതണം. ക്വാണ്ടിഫൈ എന്ന് വെച്ചാൽ എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തു എന്നുള്ളത് അതിനകത്ത് എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കണം. ഡൗൺലോഡ് ബ്രെയിൻ ഗെയിംസ് ആപ്പ്. ഇനി ഒബ്സർവേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഗെയിംസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നുവെച്ചാൽ ബ്രെയിനിൻ്റെ ഒബ്സർവേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസ്, അല്ലാതെ വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഗെയിംസ് അല്ല. റീകോൾ ഡീറ്റെയിൽസ് ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദ പീസ് ഓഫ് ആർട്ട്. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം കാണുകയാണെങ്കിൽ, അതാണ് പീസ് ഓഫ് ആർട്ട്. അല്ലെങ്കിൽ ഒരു ശില്പം കാണുകയാണെങ്കിൽ, ഇപ്പോൾ നല്ലൊരു ചിത്രകാരൻ വരച്ച ഒരു ഛായാചിത്രം അത് കാണുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശില്പം കാണുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിക്കുക. പ്രാക്ടീസ് മെഡിറ്റേഷൻ ഡെയിലി. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിക്കും. സ്ലോ ഡൗൺ ആസ് യു ഈറ്റ് യുവർ ഫുഡ് ടു റിമെമ്പർ ദ ടേസ്റ്റ്. അതുപോലെ ഫുഡ് കഴിക്കുമ്പം പെട്ടെന്ന് കഴിക്കാതെ പതുക്കെ പതുക്കെ കഴിക്കുക. എങ്കിൽ മാത്രമേ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് ഓർത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആഹാരം ആസ്വദിച്ച് കഴിക്കണം. എങ്കിലേ ആഹാരത്തിൻ്റെ സ്വാദ് എന്താണെന്ന് അറിയുവാനായിട്ടും അത് ഓർത്തിരിക്കുവാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്കിൽ ഓഫ് ഒബ്സർവേഷൻ വർദ്ധിക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്.